ആണോ ആനെ കുളിപ്പിച്ചോടാ. കുളിപ്പിച്ചു മുതലാളി. കൂട്ടത്തിൽ നീ ഒന്ന് കുളിച്ചേര് എണപ്പല്ലും തേച്ചേര്. വല്ലാത്ത നാറ്റം. എവിടാ എന്റെ കാശ്? ആ ബാഗിലില്ല അച്ചായ. അത് എന്റെ കാശ്. ഞാൻ ചോദിച്ചത് നീ എനിക്ക് തരാനുള്ള കാശ് എപ്പ തരും? അയ്യോ അച്ചായ, ഞാൻ ഒരു പട്ടാവശ്യത്തിന് വേണ്ടി എടുത്തുപോയി. പട്ടാവശ്യം? ഞങ്ങളുടെ കല്യാണത്തിന് പട്ട് മേടിക്കാനാ? അയ്യോ അങ്ങനല്ല, എൻ്റെ അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു പട്ടായ കാണണമെന്ന്. ആ പട്ടായ ആവശ്യത്തിന് വേണ്ടി ഞാൻ അറിയാതെ എടുത്തുപോയി. എന്നോട് ക്ഷമിക്കണം. നീ എല്ലാരെയും ഇന്ന പോലെ എന്നെ കയറി അങ്ങ് വിചാരിക്കല്ലേ. എന്റെ അച്ഛൻ്റെ ചായകളുടെ മുന്നിൽ കുറഞ്ഞു കുതിരിക്കുന്ന ഞാൻ ഉണ്ടാകുന്നല്ലോ. കണ്ടല്ലേ, ഈ മാസം 30-ാം തീയതി അച്ഛൻ്റെ പൈസ ഉറപ്പായിട്ടും തന്നിരിക്കും. ഫെബ്രുവരി 28 ഉള്ളതെന്ന് എനിക്കറിയാം. നീ എന്നെ അങ്ങ് മൊണ്ണയാക്കല്ലേ. അച്ഛാ ഇവൻ പൈസ തരും തോന്നുന്നില്ല. ഇവന്റെ കിഡ്നി എടുത്ത് നമുക്ക് വിറ്റാലോ അച്ഛാ. അയ്യോ, എനിക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ട്, എനിക്കൊന്നും തരാൻ പറ്റത്തില്ല. എന്നാ കിഡ്നി വേണ്ട, ലിവർ മതി. എനിക്ക് ലിവർ സിറോസിസും ഉണ്ട്. നിന്റെ മേത്ത് കുണമുള്ള എന്തേലും ഉണ്ടോടെ? അത് പിന്നെ വെട്ടറാവന്റെ സുനാപ്പിളിങ്ങ. അത് രമേശനല്ലേ? അക്രമം ഞാൻ അനുവദിക്കില്ല. അളിയാ മാത്തച്ചായ വാട്ടച്ചായ നിന്റെ തന്തയ്ക്ക് കൊണ്ടു. എനിക്കിവിടെ നല്ല ചായ ഉണ്ട്. ഇവനൊരു അവസരം കൊടുത്തോളേ. ഇനി ഇവൻ അവസരമില്ല. ഇവനെ തപ്പി വന്ന പെട്രോൾ കാശുണ്ടോ 1.5 ലക്ഷം രൂപ. ഇതൊക്കെ ആര് തരും? മിസ്റ്റർ മാത്തൻ, തനിക്ക് നിയമം എന്തറിയോ? യു ഹാവ് നോ റൈറ്റ്സ് ടു ഹരാസ് മിസ്റ്റർ മാത്തച്ചൻ. IPC 356, 357, 358 ഈ വകുപ്പൊക്കെ വെച്ച് ഇവൻ കേസ് കൊടുത്താണ്ടല്ലോ. തന്റെ ശിഷ്ടകാലം പിന്നെ കഷ്ടകാലം. അതിന് സാരാരാണാവോ? ഐ ആം അഡ്വക്കേറ്റ് മനോരഞ്ജൻ, MA-LLB. അതിന് LLBക്ക് 2 ഉള്ളൂ. ഈ മനോരഞ്ജന ഒരു എല്ലാത്തിനും കൂടുതലാണ്. കൊമ്പടി ആ എല്ലും തോലും മാത്രമുള്ള ഞാൻ വിട്. എന്നിട്ട് എല്ലാവരണം കൂടുതലുള്ള മണോണാ ചമക്കിലിനെ പിടി. അവൻ തരും അവന്റെ ബാക്കി പൈസ. അതെങ്ങനെ ശരിയാവും രമേശ? നിന്റെ എല്ലും കൊണ്ട് ഞാനിന്ന് എല്ലുകറി വെക്കണം.